ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച കോടതി. തിരുവനന്തപുരം CJM കോടതിയുടെ ഉത്തരവ്. പിതാവിന്റെ ഹർജിയിൽ പിതാവ് നൽകിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി CBIക്ക് നിർദ്ദേശം നൽകി. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വിവരങ്ങൾ. രോഹിണി, ജസ്ന തിരോധന കേസുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസ് CBI അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ അവസാനിപ്പിച്ചതായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് പിന്നീട് പിതാവ് ജെയിംസ് ഈ തുടരന്വേഷണം നടത്തുന്നതിനായിട്ട് ഹർജി സമർപ്പിച്ചിരുന്നത്. ആ ഹർജിയിലാണ് ഇത്തരത്തിൽ പുതിയ തെളിവുകൾ ഹാജരാക്കിയാൽ തുടരന്വേഷണം നടത്താമെന്ന് CBI അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു മുദ്രവെച്ച കവറിൽ പിന്നീട് കോടതിയിലേക്ക് തെളിവുകൾ സമർപ്പിക്കുന്നത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന്, തിരുവനന്തപുരം CJM കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഈ ജസ്ന കേസുമായി ബന്ധപ്പെട്ടുള്ള പുനരന്വേഷണമാകാമെന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ജസ്നയുടെ പിതാവ് ജെയിംസ് സമർപ്പിച്ച പുതിയ തെളിവുകൾ അതിൽ കാര്യമുണ്ട് എന്നതടക്കമുള്ളൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതായത് രണ്ട് വ്യക്തികളെ കൂടി, ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകളാണ് മുദ്രവെച്ച കവറിൽ ജസ്നയുടെ പിതാവ് സമർപ്പിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തുടരന്വേഷണമാകാമെന്നൊരു തീരുമാനത്തിലേക്ക് കോടതിയും എത്തിച്ചേരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തുന്നതിനുള്ള ഒരു നിർദ്ദേശവും ഈ കോടതി CBIക്ക് നൽകുകയും ചെയ്തു. എന്തായാലും മറ്റൊരു വഴിത്തിരിവിലേക്കാണ് ഇനി ഈ കേസ് നീങ്ങുന്നത്. നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട് മതിയായ തെളിവുകളില്ല, അതുപോലെ തന്നെ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ കേസ് CBI അവസാനിപ്പിക്കുന്നത്. എന്തായാലും അവിടെ നിന്നാണ് വീണ്ടും ഒരു പുതിയ തുടക്കം, പുതിയ തെളിവുകളുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചതുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് വീണ്ടും ഈ കേസിന്റെ മറ്റൊരു വഴിത്തിരിയിലേക്ക് എത്തുന്നത്. രോഹിണി. ശരി പ്രശാന്ത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച് കോടതി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.